കാർത്തികനേച്ചി ഒരാളെ ഇല്ലു ഭാസ്കരേട്ടൻ. ഞാൻ ഇപ്പൊ പോവും, സുബ്രഹ്മണ്യൻ നാളെ പോവും. അല്ലെങ്കിൽ ഞാനിപ്പോ പോവേ. ആദ്യത്തെ ദിവസമായതുകൊണ്ടാ ഇത്രയും ചോറും കറി. ധൈര്യമായിട്ട് കഴിച്ച സാറേ. എന്റെ അച്ഛൻ ആസലാം പേരിയാന്ന്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഏട്ടൻ പറ. അച്ഛന് കുറച്ച് നിബന്ധനകളുണ്ട്. ഈ മിക്സിയിലും ഗ്രൈൻഡറിലും അരച്ചത് പാടില്ല. 4 മണിക്ക് ചായ, 3 നേരം ഗുളിക, മുൻകോ കൊണ്ട് വച്ച വെക്കാൻ പാടില്ല, തർക്കുത്തരം പറയാൻ പാടില്ല, ഉപ്പ് അധികം പാടില്ല, പഞ്ചാര ഒട്ടും പാടില്ല, പിന്നെ ഞാനും പാടാൻ പാടില്ല. ഇതൊക്കെ അല്ലേ? അതൊക്കെ എങ്ങനെ മനസ്സിലായി? പ്രസിഡന്റും പറഞ്ഞതാണ്. അതൊക്കെ പറയാൻ അറിയട്ടാ. ഇങ്ങനെ എത്ര എത്ര ബാധ വയ്പ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തെന്ന് എനിക്ക് സമാധാനമായി. നിനക്ക് സമാധാനമായിട്ട് ജപ്പാനിലോ റഷ്യയിലോ എവിടെ വേണം പോകാൻ. അച്ഛാ, ഇങ്ങനൊരു ചാൻസ് ഇനി കിട്ടൂല. അല്ലാണ്ട് അച്ഛൻ ഒറ്റക്കാക്കി പോകാൻ സങ്കടമില്ലാണ്ടൊന്നുമല്ല. അതെല്ലാം വെറുതെ. നിനക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ വെക്കോ. സത്യമായിട്ടും പിടിച്ചു കെട്ടാനൊന്നും പറ്റില്ലല്ലോ. പശുവൊന്നുമല്ലല്ലോ. കാർത്തികനേച്ചി മുളക് കൊണ്ടോടെ പാക്ക് ചെയ്തു. മാമനും പോകുന്നു റഷ്യയില്. പശുവിനാര് നോക്കും? പശുവാണ് ഇപ്പൊ പ്രശ്നം. പിന്നെ പശുവൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ ഇവിടെ? അടയില്ലേ? ഒരു കുപ്പി ധന്വന്തരി കുഴമ്പോലും കിട്ടാത്ത നാട്ടിലേക്ക് ആരും ബുദ്ധിമുട്ടണ്ട. ഞാനങ്ങോട്ടും വരുന്നുമില്ല, എനക്കൊരു തകരാറുമില്ല. തകരാറുള്ളവരാണോ മാമ റഷ്യ പോകുന്നത്? എന്റെ പ്രസിഡന്റാ. അല്ല, നിന്നെ ഉദ്ദേശിച്ചല്ല, എന്റെ ഒരു ഇന്റർനാഷണൽ ഡൗട്ട് ആയിരുന്നത്. നാട്ടിൽ നിൽക്കാൻ ധൈര്യമില്ലാത്തവരാ നാട് വിട്ടു പോകുന്നു. പെണ്ണുങ്ങളൊക്കെ ഉള്ളു. എനക്ക് തന്നെ തികയുന്നില്ല, അപ്പോഴാ പെണ്ണുങ്ങൾ. അകത്തുനിന്ന് കേക്കച്ച, പുറത്ത് വെക്കാനുള്ളത് കടുപ്പം കാര്യം. അത് സാരമില്ല തന്നെ. ചെല്ലി ദുരുദ്ദേശമൊന്നുമില്ലല്ല. ഇല്ലല്ല. ചിരിയൊക്കെ നല്ല ചിരിയാണല്ലോ. ഒരു ഫോട്ടോ എടുക്കട്ടെ? ഭയങ്കര ചിരിയാണല്ലോ. ചിരിച്ച Hey, Valapalam, how come I was not informed that the IC is short in supply? With this kind of irresponsible behavior, we are not going anywhere forward. What's wrong with you? You should be more meticulous about things like this.
места инвалидам, пожилым людям, пассажирам с детьми. Уважаемые пассажиры, будьте взаимно вежливы. Hello. Hi. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അറിഞ്ഞില്ലേ? ദൈവമേ, ആക്രമിക്കാൻ വന്നെയായിരിക്കോ? Subramaniam, right? യെസ് യെസ്. Hi. Hitomi, technical coordinator. You are a Malayali, right? യെസ് യെസ്. എനിക്ക് കണ്ടപ്പോഴേ തൊണ്ണി മലയാളിയാണ് നീ. മലയാളം മലയാളം എങ്ങനെ അറിയാം? I'm born and brought up here. But എൻ്റെ പാപ്പ മലയാളിയാണ്. വീണു. വീണു? എങ്ങനെ വീണു? വീണു. VENU. വീണു. വീണു. And my mom is from Japan. ഇന്റർനാഷണൽ. Funny. ജനിച്ചിട്ടും വളർന്നതും ഈടാണെങ്കിലും എൻ്റെ മനസ്സിൽ ഞാനൊരു മലയാളിയാണ്. പാപ്പ അങ്ങനെ വളർത്തിയാൽ. അത് മലയാളം കേട്ടപ്പോഴേ മനസ്സിലായി. Thank you. മലയാളം പറയാൻ ഒരാളെ കിട്ടാൻ വെയിറ്റ് ചെയ്യുവായിരുന്നു. നാട്ടിൽ പോകാറില്ലേ? ഇല്ല സുബ്രഹ്മണി, ചാൻസ് കിട്ടില്ല. പാപ്പ മരിച്ചു, ഇനി നാട്ടിൽ ആരുമില്ല. അച്ഛൻ എന്ത് പറ്റി? പാപ്പ വാസ് an Alzheimer's patient. അപ്പം എങ്ങനെയായിരുന്നു അച്ഛനെ നോക്കിയിരുന്നു? ഒരു ഹോം നഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ പബ്ബിലൊക്കെ പോയി വീട്ടിൽ എത്തുമ്പോഴേക്കും രാത്രിയാക്കുമല്ലോ സുബ്രഹ്മണ്യം. ചുപ്പെന്ന് വിളിച്ചോ? അതാകുമ്പോൾ നാക്കും പഠിക്കേണ്ട, കുറച്ചും കൂടി എളുപ്പമായിരിക്കും. We Malayalis are so funny. പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായെത്തും കിളി ചൊല്ലി, അറിയാ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയൂ നിന്റെ വഴി. അവിടേം തട്ടി ഇവിടേം തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി, നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി. രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിയിട്ട് ഓടി അരികാരോ വന്നില്ലേ, മിഴിയൊന്നു തിളങ്ങിയില്ലേ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അമ്മ മരിക്കുന്നത്. കളത്തിൽ വഴുതി കണ്ടു. അതിനുശേഷം അച്ഛന് എപ്പോഴും പേടിയാണ്, അച്ഛനെന്തെങ്കിലും പറ്റുമെന്ന്. കൊച്ചിയിലും ബാംഗ്ലൂരിലും ഒരു 4 കമ്പനിയിലാണ് ജോലി ചെയ്തിട്ടുണ്ട്. മാക്സിമം ഒരു 3 മാസം. അപ്പോഴത്തേക്കും അച്ഛൻ എന്തെങ്കിലും വിഷമം പറഞ്ഞ് എന്നെ വീട്ടിൽ വിളിക്കും. വേറെ ചൊറിയൊന്നുമില്ല കേട്ടോ, എപ്പോഴും ഒപ്പന വേണം അച്ഛൻ്റെ കൂടെ. ഇതിങ്ങനെ പോയാൽ ശരിയാകുമെന്ന് വിചാരിച്ചിട്ടാണ് അച്ഛനത്തെ വഴക്കിട്ടിട്ട് ഇവിടെ ജോലിക്ക് വന്നത്. പാവം അച്ഛൻ. എന്തെന്നത്? എന്നാട്ടാ മനുഷ്യന്മാര് കഴിക്കുന്ന ഭക്ഷണം അത്? എനക്ക് ഇന്നലെ തലവേദനായിരുന്നു ഏട്ടാ, ഏകാഗ്രത കിട്ടിയില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. മരുന്ന് കഴിക്കണ്ടേ? ഇനി മുതൽ എന്റെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ പാത്രം കഴുകലും അലക്കലും മാത്രം മതി. പിന്നെ നമ്മളെ വേലക്കാരിയല്ലേ ഞാൻ. ഒരു ലേഡീസ് അല്ലേ ഞാൻ? എന്റെ ഫേസ് അല്ലേ എനിക്ക് വലുത്? എന്താ വേണ്ടത്? കുറച്ച് സാമ്പാർ. കുറച്ച് സാമ്പാർ എടുക്ക. പ്രസന്നേട്ടാ, എന്താ അടുത്ത് എനിക്ക്? ഭാസ്കരൻ രാവിലെ ഇട്ടൂട്ടും പോയി. എങ്ങോട്ട്? ലൂസ് മോഷൻ. ലൂസ് മോഷനെ ശ്രദ്ധിക്കണം പ്രസന്ന.
പ്രായമില്ലേ? ഒരു ജലൂസ് കൊടുത്താൽ മതി. ഭക്ഷണത്തിൽ നിന്നായി പുറത്തുനിന്ന് വല്ലതും വാങ്ങിക്കൊടുത്തില്ല. രാത്രിത്തെ ചോറും സാമ്പാറും ഇവിടുന്ന വാങ്ങിക്കൊടുത്തത്. ഇപ്പൊ പോകുന്നത് സാമ്പാർ പോലെ. വേണ്ട വേണ്ട കണ്ടിനാ എന്താ പിന്നെ സാമ്പാറാന്നോ അവിയിലാന്നോ നോക്കല്ലേ എന്റെ പണി. ആത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. പ്രസന്നേട്ടനെ ചീത്തയും പറഞ്ഞു. വത്സലയും കൊണ്ടാ. കാർത്താനിച്ചി ഒരു നല്ല വർത്താനം പറഞ്ഞു നിങ്ങൾക്ക്. രാവിലെ വേണ്ടാത്ത വർത്താനം. കക്കൂസിന് പിന്നെ ലുലുവാണെന്നാ പറയേണ്ടത്. അല്ല പിന്നെ ഹോം നേഴ്സ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വല്ല ചേച്ചിമാരായിരിക്കുന്നു. He was Papa's best friend. ഇത്ര വലുതായിട്ടും പുടത്തിരങ്ക പോൽ സബ്ജിച്ചു പൊണുമേന് പടയും. പാപ്പ ബെത്തിലായിരുന്നെങ്കിലും കൂടെ ഉള്ളത് ഒരു ധൈര്യമായിരുന്നു. നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ചുള്ള പേടിയല്ലേ. പ്രസന്നേട്ടാ, ഞാൻ മരണ വീട്ടിലുണ്ട്, അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? റഷ്യയിലുണ്ട് പറഞ്ഞ വീട്. കാര്യം പറയട്ടാ. മാമന് നല്ല സുഖമില്ല. ആ കാർത്തിയാനി ശരിയല്ലാന്ന് അവര് ശരിക്കും നോക്കുന്നില്ല. അയ്യോ, അന്ന് വേറൊരാൾ ഏർപ്പാടാക്കി പ്രസന്നേട്ടാ. അതൊക്കെ വച്ചു. ആര് വെച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ. വെറുതെ 10,000 രൂപ മാസം കളയാന്നല്ലാതെ. നീ പറ്റുമെങ്കിൽ ഒന്ന് വാ. മാമന ദിവസം മനസ്സിലാവുന്ന നീ വരുന്നവരും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. All well? ഞാൻ തിരിച്ചു പോയായിരുന്നു ആലോചിക്കുക. Look, Kyoto Dynamic is very happy with your performance. And they have some plan for you. So you have to stay here. Think about it. പോണം. അച്ഛൻ തനിച്ചാണ്. ഒരു സപ്പോർട്ട് വേണം. ரொம்ப நல்ல டிசிஷன். குட், வெரி குட். இட்ஸ் அவர் ரெஸ்பான்சிபிலிட்டி டு லுக் ஆஃப்டர் அவர் பேரண்ட்ஸ். ஆனால் வேற யாராவது அது பண்ணலான்னா நீ எதுக்கட ஒரு கிராமத்தில் வந்து லைஃப்பை தொலைக்கிற? ഹോട്ടലിൽ തിരക്കായി പോയി. അത് എയർപോർട്ടിൽ വരാൻ പറ്റും. അതങ്ങനെയാണല്ലോ. ശരി. എടാ ചുപ്പ, ഇത് കുറേ ഉണ്ടല്ലോ. നിനക്കിടെ ഒറ്റക്കാവും തോന്നില്ല. ഒരു ഹെൽപ്പ് ആക്കണം. വാ, ഇവനെ കണ്ടു നന്നായി. ഇല്ല കൂലിക്കാരെ വിളിക്കേണ്ടി വന്നു. അതെ, നേരെ. എൻ്റെ അമ്മേ, ഞാൻ പോകായിരുന്നു. എന്നെ കണ്ടതിൻ്റെ അച്ഛൻ്റെ സ്വഭാവം മാറും. നല്ല സ്വഭാവമാണല്ലോ. എന്നെ കൊണ്ടാവൂല. കിടക്കാനും മുടിയില്ല, ഇരിക്കാനും മുടിയില്ല, നിൽക്കാനും മുടിയില്ല. 4000 ഉറുപ്പ്യക്ക് രോഗിനെ നോക്കാൻ ഗൾഫിന്ന് ഷെയ്ക്കിനെ കൊണ്ടുവരണം. ഇതിനേക്കാളും വലിയ നിന്റെ അച്ഛനല്ലേ അത്? നീ അല്ലേ ഇവിടെ കൊണ്ടാക്കി? വേറെ ആളെ നോക്കണം. ഞാൻ പോവാൻ